ജനറൽ ആയിട്ടൊരു ഡ്രോയിങ് പഠിക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ ഗ്രാഫിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രൊജക്ഷൻസ്. അപ്പൊ ഇത് നിങ്ങൾ നേരത്തെ ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ കിട്ടിയ ഫീഡ്ബാക്കുകൾ അത്ര നല്ലതായിരിക്കില്ല. കാരണം ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, നമ്മുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ പഠിച്ച ആൾക്കാർക്കറിയാം, ഇപ്പോൾ ഒരു ബൈക്ക് ഒന്നും അറിയാത്ത ആളോട് ഓടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഒരിക്കലും ഓടിക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എങ്ങനെ ക്ലച്ച് പിടിക്കും, ഗിയർ എങ്ങനെ മാറും, അങ്ങനെ കുറെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് ഒറ്റയടിക്ക് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് പഠിക്കണം, ജനറലായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു ബൈക്കോ കാറോ ഓടിക്കാൻ പഠിക്കാം. അപ്പോൾ ഓടിച്ച ആൾക്കാരല്ലേ. പക്ഷെ ഈ കാർ ഓടിച്ചു തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ബോധമായിട്ടില്ല. എങ്ങനെ ഫസ്റ്റ് ഗിയർ ഇടും, എങ്ങനെ സെക്കൻഡ് ഗിയർ ഇടും, എങ്ങനെ ക്ലച്ച് ഔട്ടുന്നുണ്ട്, അതൊരു കോർഡിനേഷനായിട്ട് അങ്ങ് വന്നോളും. അപ്പം പ്രാക്ടീസാണ് നമ്മൾ അവിടെ എത്തിക്കുന്നത്. അത് തന്നെയാണ് ഗ്രാഫിക്സിൽ എങ്ങനെയാണ് ഒരു 3D ഒബ്ജക്റ്റിനെ നമ്മളുടെ ഒരു സാധാരണ പേപ്പർ ഷീറ്റിലേക്ക് റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു വേൾഡ് വൈഡ് മെത്തേഡാണ് പ്രൊജക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വീട് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും അറിയാം വീടിനെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എലിവേഷൻ പ്ലാൻ, അങ്ങനെയാണ് ഒരു വീടിന് പറയുക. അത് നിങ്ങളുടെ വീടിന്റെ പ്ലാൻ എന്ന് നോക്കാം. എലിവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വീടിന്റെ ഫ്രണ്ട് വ്യൂ, അത് മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെ വരച്ചിട്ടുണ്ടാവും. പ്ലാൻ എന്ന് പറയുമ്പോഴത്തേനും അതിന്റെ തൊട്ട് താഴെ എഴുതുക അല്ലെ. പ്ലാൻ എന്ന് പറഞ്ഞാൽ വരയ്ക്കുക ഇങ്ങനെ ഉള്ള ഒരു ഇത്, അതിൽ ഇങ്ങനത്തെ ഒരു സെക്ഷൻ ഇങ്ങനെ 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 ഇവിടെ എഴുതിയിട്ടുണ്ടാവും 4/8 ഹോൾ, കിച്ചൺ 8/2 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുന്നത് തന്നെയാണ് പ്രൊജക്ഷൻ എന്നുള്ളത്. ഇതിലെന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ ഒരു വെള്ള പേപ്പറിലേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുകയാണ്. വീടിന്റെ ടോപ്പ് വ്യൂ അതിന്റെ തൊട്ട് താഴെ വരച്ചിരിക്കുകയാണ്. അപ്പോ ഫ്രണ്ട് വ്യൂവിനെ നമ്മളെപ്പോഴും എലിവേഷൻ എന്ന് പറയും, ടോപ്പ് വ്യൂവിനെ പ്ലാൻ എന്ന് പറയും. അപ്പൊ എല്ലാവരും പറയണ പ്ലാൻ എന്ന് പറയും. അപ്പൊ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ടോപ്പ് വ്യൂവിനെയാണ്. വീടിന്റെ മുകളിൽ നിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാണുന്നു അതിന്റെ കാര്യങ്ങളാണ്. അപ്പൊ അതെങ്ങനെ വരയ്ക്കണമെന്നാണ് അതിനെ കുറിച്ചൊക്കെ ഈ പ്രൊജക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുക പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ്. പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ പ്രൊജക്ഷനിൽ ആദ്യം തുടങ്ങുന്നത്. നമ്മൾ പണ്ട് പഠിച്ചേക്കുന്ന കാര്യമാണ് ക്വാഡ്രൻസ്. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പോ ഇങ്ങനെയുള്ള ക്വാഡ്രന്റുകളിൽ വെച്ച് തന്നെയാണ് ഈ പ്രൊജക്ഷൻസ് ചെയ്യുക. ഇപ്പൊ വീടിന്റെ പ്രൊജക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വീടിന്റെ പ്ലാൻ ഇമാജിൻ ചെയ്യും. ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നതിന് ഈ വീടിന്റെ ഫ്രണ്ട് വ്യൂ ആയിട്ട് വരയ്ക്കും. മോളിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് കാണുന്നു അത് വീടിന്റെ ടോപ്പ് വ്യൂ ആയിട്ട് വരയ്ക്കും. ഇതെടുത്ത് നമ്മളൊരു പേപ്പറിലേക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്ന വീടിന്റെ പ്ലാനും എലിവേഷനും. അപ്പൊ വീട് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് നോക്കിയിട്ടുള്ളത്. അപ്പൊ എന്താണ് പ്രൊജക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും സാധാരണ നമ്മുടെ മനസ്സിലേക്ക് പ്രൊജക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും ഏതെങ്കിലും ഒബ്ജക്റ്റിൽ അതിന്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗങ്ങളാണ് പ്രൊജക്ഷൻ എന്ന് പറയാം, നമ്മൾ സാധാരണ പറയാം. പക്ഷെ ഇവിടെ പ്രൊജക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സിനിമ ഒബ്ജക്റ്റില് സ്ക്രീനിലേക്ക് പ്രൊജക്ട് ചെയ്യണം. ഒരു പ്രൊജക്ടർ വെച്ചിട്ട് നമ്മൾ സിനിമ സ്ക്രീനിലേക്ക് പ്രൊജക്ട് ചെയ്യും. അപ്പൊ അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാല് ഈ പ്രൊജക്ടറിൽ കാണുന്നതിനേക്കാളും വളരെ വലുതായിട്ടായിരിക്കും സിനിമ എപ്പോഴും അനുഭവിക്കുക. അപ്പൊ നമ്മൾ പഠിക്കുന്ന പ്രൊജക്ഷനിൽ ഈ പ്രൊജക്ടറിൽ കാണുന്ന വസ്തു അതുപോലെ തന്നെ അതേ സൈസിൽ പ്രൊജക്ട് ചെയ്ത് തന്നെ ഇരിക്കും. അങ്ങനെ ഒരിക്കലും പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇവിടെ സിനിമയുടെ ഒരു പിക്ചർ കിട്ടുമല്ലോ, അതിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുക. അതായത്
ഈ ഒരു റെക്ടാങ്കിൾ ബ്ലോക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഇതിനെ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് നോക്കും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ റെക്ടാങ്കിളിന്റെ കറക്റ്റ് നീളവും വീതിയും എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് എലിവേഷൻ എന്ന് പറയും. എലിവേഷൻ. ഇനി ഈ റെക്ടാങ്കിളിനെ തന്നെ നമ്മൾ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാണുന്നു എന്ന് കഴിഞ്ഞാൽ ഈ റെക്ടാങ്കിൾ തന്നെ കാണുന്നു. അതിനെ നമ്മൾ വരച്ചിട്ട് അതിനിടയിലുള്ള ലൈനെ XY ലൈൻ എന്ന് പറയാം. ഇതാണ് പ്രൊജക്ഷൻ എന്ന് ഉദ്ദേശിക്കുക. അപ്പൊ ഇവിടെ എന്താ ആക്ച്വലി സംഭവിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് കുറെ പോയിന്റ്സുകൾ, ലക്ഷോപലക്ഷം പോയിന്റ്സുകളാണ് നമ്മളിവിടെ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. ഒബ്ജക്റ്റ് ആക്ച്വലി ഇതിന് ബിറ്റ്വീന് ഇവിടെയാണ് കിടക്കുന്നത്. അതിനെ 2D പ്ലെയിനിലേക്ക് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് പ്രൊജക്ഷൻ എന്നുകൊണ്ട് പറയുക. അപ്പോ ഇതിനാദ്യം നിങ്ങൾ ക്വാഡ്രന്റുകൾ എന്തൊക്കെയാന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ നേരെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു ക്വാഡ്രന്റിനെ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയും. അതിന്റെ ബാക്കിലുള്ളതിനെ സെക്കൻഡ് എന്ന് പറയും. അതിന്റെ ബിലോ ഉള്ളതിനെ തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയും. പിന്നെ അതിന് ഫ്രണ്ടിലുള്ളതിനെ ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയും. നമ്മൾ പ്രൊജക്ഷൻ എടുക്കുമ്പോഴത്തേനും ഫസ്റ്റ് ക്വാഡ്രന്റിൽ വെച്ചിട്ട് എടുക്കാം, സെക്കൻഡ് ക്വാഡ്രന്റിൽ വെച്ചിട്ട് എടുക്കാം, തേർഡ് ക്വാഡ്രന്റിൽ വെച്ചിട്ട് എടുക്കാം, ഫോർത്ത് ക്വാഡ്രന്റിൽ വെച്ചിട്ട് എടുക്കാം. ഇങ്ങനെ 4 പ്രൊജക്ഷൻസ് ആണ് ഉള്ളത്. പക്ഷെ നമ്മൾക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ പോയിന്റ്സിന്റെ പ്രൊജക്ഷൻസ് മാത്രം നമ്മൾ ഈ 4 ക്വാഡ്രന്റിൽ വെച്ച് എടുക്കുന്നത് പഠിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു പോയിന്റ് ഇരിക്കുമ്പോൾ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് കാണിക്കുന്നത് തന്നെയാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോ ഇത് ഇങ്ങനെ മുകളിലേക്കുള്ള പ്ലെയിനിനെ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിൻ എന്നും താഴെയുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പ്ലെയിനിന് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയും. ഇനി നമ്മളുടെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ബോഡി ഇരിക്കുന്ന പ്ലെയിൻ വെർട്ടിക്കൽ പ്ലെയിൻ ആയിരിക്കും. നമ്മൾ ചവിട്ടി നിൽക്കുന്ന പ്ലെയിൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിരിക്കും. ഈ പ്ലെയിൻ ഇവിടെ മാത്രം നിൽക്കുന്നില്ല, ഇതിന് താഴെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് മുറിയുടെ അപ്പുറത്ത് പോവാണെങ്കിൽ ആ ഹൊറിസോണ്ടൽ പ്ലെയിൻ അങ്ങ് നീങ്ങുന്നുണ്ട്. വെർട്ടിക്കൽ പ്ലെയിൻ താഴേക്ക് ഉണ്ടെങ്കിൽ മുറിയുടെ അടിഭാഗത്തേക്കും പോകുന്നുണ്ട്. അപ്പൊ ആ ഓരോ ഭാഗത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്ഷൻ എടുക്കും. അതിനാണ് പ്രൊജക്ഷൻ എന്ന് പറയുക. പക്ഷെ നമ്മളുടെ വ്യൂ പോയിന്റ് നമ്മൾ ഈ എല്ലാ പ്രൊജക്ഷൻസ് എടുക്കുമ്പോഴത്തേനും നമ്മൾ നോക്കുന്ന നമ്മുടെ കണ്ണ്, നമ്മുടെ ഐസൈറ്റ് എപ്പോഴും ഒരൊറ്റ ഭാഗത്ത് നിന്ന് മാത്രമേ എടുക്കുള്ളൂ. അത് നമുക്ക് പഠിക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാക്കി തരാം. അപ്പോ ഈ ഒരു പ്ലെയിനിനെ വെർട്ടിക്കൽ പ്ലെയിൻ എന്നും ഇതിന്റെ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയും. അപ്പോ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇങ്ങോട്ട് നീങ്ങി കിടക്കുന്നുണ്ട്, വെർട്ടിക്കൽ പ്ലെയിൻ താഴേക്ക് നീങ്ങി കിടക്കുന്നുണ്ട്. ഓക്കെ, ഒരു പോയിന്റിന്റെ പൊസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പോയിന്റ് വെക്കും. പോയിന്റ് വെച്ച് കഴിയുമ്പോഴത്തേനും ഞാനിത് ഇതുപോലെ 3D ആക്കി വരച്ചു കഴിഞ്ഞാല് ഫസ്റ്റ് ക്വാർട്ടറിൽ ഈ പോയിന്റ് നമുക്ക് ഏകദേശം ഇവിടേക്കും വരാം അല്ലെ, ഒരു പോയിന്റ് പ്രൊജക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ നിന്ന് നോക്കുമ്പോ ഈ പോയിന്റിന്റെ പ്രൊജക്ഷൻ ഈ പ്ലെയിനിൽ വരും. അപ്പോ ഇതിനെ നമ്മൾ എ എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിനിൽ വരുന്ന പ്രൊജക്ഷൻ നമ്മൾ എപ്പോഴും A'. ഇനി നമ്മൾ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് വന്നിട്ട് ഇതിന്റെ നിഴലി ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരും. അതിനെ നമ്മൾ വെറും എ എന്നും അല്ലെങ്കിൽ ഇവിടെ റെപ്രസെന്റ് ചെയ്യണം. വെർട്ടിക്കൽ പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ അല്ല, സ്മോൾ ലെറ്റർ ഡാഷ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യുന്ന പൊസിഷൻസ് എല്ലാം എ, വെറും എ. അപ്പോ നമ്മൾ പറയും ഇനി ഈ സമയത്ത് ഈ ഫസ്റ്റ് ക്വാർട്ടറിൽ നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതേപോലെ തന്നെ സെക്കൻഡ് ക്വാർട്ടറിൽ ഒരു പോയിന്റ് ബി ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ അതിലും നമ്മൾ നോക്കണത് ഇവിടെ വന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന് നോക്കും. അപ്പൊ അതിന്റെ പ്രൊജക്ഷൻസ് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ബി, വെറും ബി. ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള പോയിന്റുകൾ നമ്മൾ വേണം നോട്ട് ചെയ്തെടുക്കുക. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരുന്ന പ്രൊജക്ഷൻ
പ്രൊജക്ഷൻസ് എല്ലാം വെറും ലെറ്റേഴ്സും ഉണ്ട്, സ്മോൾ ലെറ്ററും ഉണ്ട്. വെർട്ടിക്കൽ പ്ലെയിനിൽ വരുന്നതൊക്കെ ഡാഷ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഇനി ഇവിടെ നിന്ന് നോക്കുമ്പോ തന്നെ ഈ കാണാം, ഇതൊരു ട്രാൻസ്പെറന്റ് ഗ്ലാസ് ആണെങ്കിൽ ഇവിടെ നിന്ന് നോക്കുമ്പോ കാണാം. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് സെക്കൻഡ് ക്വാർട്ടറിന്റെ ഇവിടെ നിന്നുള്ള വ്യൂ ഈ ഭാഗത്ത് നിന്ന് നോക്കും എന്നൊരു വിചാരം നമുക്ക് വരും. അങ്ങനെ നോക്കൂല. അതായത് എല്ലാ ഈ ക്വാർട്ടറിന്റെ മൊത്തത്തിൽ നമ്മൾ ഇവിടെ നിന്ന് നോക്കും, ഫ്രണ്ടിൽ നിന്ന് നോക്കും, അങ്ങനെ നോക്കുള്ളൂ. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മളുടെ കണ്ണ് ഇവിടെ വന്ന് ഈ ബിയിൽ തട്ടിയിട്ട് ബിന്റെ പ്രൊജക്ഷൻ ഈ പ്ലെയിനിലേക്ക് തന്നെ വരിക. അതിനെ നമ്മൾ ബി ഡാഷ് എന്ന് പറയും. ഒന്ന് ആലോചിക്കുക, ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്, ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്, ഒരു പോയിന്റ് ഈ ഭാഗത്തുണ്ട്. അതിന്റെ നമ്മൾ പ്രൊജക്ഷൻസ് ആണ് എടുത്തിരിക്കുന്നത് കണ്ടോ. എയും ബിയും ബി ഡാഷും ബിയും പ്രൊജക്ഷൻസ് എടുത്തു. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതിനൊരു ഇതിപ്പോ 3D പ്ലെയിൻ ആണ്, ഇതിനൊരു 2D സർഫസിലേക്ക് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി നമ്മുടെ ഡ്രോയിങ് ഷീറ്റ് എടുത്ത് ഈ പോകുന്ന ലൈനിനെയാണ് നമ്മൾ XY പ്ലെയിൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ XY പ്ലെയിൻ ഇവിടെ വരച്ച് ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പോയിന്റുകൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ട ഈ പ്ലെയിനുകളെ ഒന്ന് പേപ്പറിലേക്ക് മാറ്റും. അതായത് ഈ HP അങ്ങനെ തന്നെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പോയിന്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ പ്ലെയിനിലേക്ക് വരും. അപ്പൊ അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടില്ലേ, ഇവിടെ ഒരു A ഡാഷ് വരും, ഇവിടെ ഒരു A വരും. അതിനൊപ്പം തന്നെ കണ്ട ഈ പ്രൊജക്ഷൻ ബിന്റെ പ്രൊജക്ഷൻ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോ ഇവിടെ തന്നെ ബി ഡാഷും വരും, ബിയും വരും. അപ്പൊ അതുകൊണ്ട് സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷനും ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷനും പ്രാക്ടിക്കലായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് അത് ഒമിറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും തേർഡ് ആംഗിൾ പ്രൊജക്ഷൻസും മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇന്ത്യൻ സിസ്റ്റവും അമേരിക്കൻ സിസ്റ്റവും ഒക്കെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. പക്ഷെ യൂറോപ്യൻ സിസ്റ്റം തേർഡ് ആംഗിൾ പ്രൊജക്ഷൻസ് ആണ് അവർ ഉപയോഗിക്കുക. ഇതിന്റെ കൂടുതൽ വ്യത്യാസങ്ങളൊന്നും നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ എങ്ങനെ ഒരു പോയിന്റ് പ്രൊജക്ട് ചെയ്യുന്നു ഇപ്പോഴും നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് 1-2 പ്രോബ്ലംസ് ചെയ്യാം. അപ്പോ എങ്ങനെയാണ് പോയിന്റ് പ്രൊജക്ട് ചെയ്യാനുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ ഇത് നിങ്ങളുടെ ഒരു പരീക്ഷയ്ക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ ഇനി എങ്ങനെയാണ് പോയിന്റ് റെപ്രസെന്റ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോ എന്താണ് വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് അറിയാലോ. നമ്മളുടെ ഈ ബോർഡിനെ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിൻ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ നോട്ട് ബുക്ക് എടുക്കുകയാണെങ്കിൽ നോട്ട് ബുക്ക് നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പോ നമ്മളുടെ ബുക്കിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇതുണ്ട്, ഈ ബുക്ക് എടുക്കുക. ഈ ബുക്കിന്റെ ഈ ഷീറ്റിന് നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനും ഈ ഷീറ്റിനെ ഹൊറിസോണ്ടൽ പ്ലെയിനും പറയും. വെർട്ടിക്കൽ പ്ലെയിനിൽ വരുന്ന പ്രൊജക്ഷൻസ് നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുക. പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ ഡാഷ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരുന്ന പ്രൊജക്ഷൻസ് നമ്മൾ വെറും ലെറ്റർ കൊണ്ട് തന്നെ റെപ്രസെന്റ് ചെയ്യും. അതായത് A എന്ന് പറയുമ്പോഴത്തേനും A കൊണ്ട് തന്നെ റെപ്രസെന്റ് ചെയ്യും. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരുന്ന പ്രൊജക്ഷൻസിനെ A ഡാഷ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പോ ഇനി നമ്മൾക്ക് എങ്ങനെ പ്രൊജക്ഷൻ എടുക്കണം എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു. കുറച്ച് ഞാൻ എന്റെ രീതിയിൽ സ്പീഡായിട്ടാണ് പറയണത്. ഇപ്പം നമുക്ക് മനസ്സിലാകാതിരിക്കാം. നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് കൂടുതൽ ക്ലാസ്സുകളിൽ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത് കാണാപ്പാടം പഠിച്ചിട്ട് കാര്യമില്ല. അതായത് ഫസ്റ്റ് ക്വാർട്ടറിൽ വരുമ്പോഴത്തേനും A ഡാഷ് വരും, സെക്കൻഡ് ക്വാർട്ടറിൽ വരുമ്പോഴത്തേനും A വരും, അങ്ങനെ പഠിക്കണ്ട. ഇത് പ്രൊജക്ഷൻ എടുത്ത് തന്നെ പഠിച്ചാൽ മതി. ക്വസ്റ്റ്യൻസ് ചോദിക്കും, ആ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് അതേപോലെ പഠിച്ചാൽ മതി. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻസ് നോക്കാം.
അപ്പൊ ഇനി ഒരു ചെറിയ കൺസെപ്റ്റും കൂടി പറയാം, ചെറുതല്ലോ. അതായത് വി പി, നമ്മുടെ മുകളിലുള്ള വി പിനെ വി പി, അതായത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇതിനെ വി പിയുടെ ഇൻഫ്രണ്ട് എന്ന് പറയും. അപ്പൊ ഈ പോയിന്റ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ എച്ച് പിയുടെ എബോവ് എന്ന് പറയും. ഇനി ഈ പോയിന്റ് താഴെ വരികയാണെങ്കിൽ അപ്പോഴും ഇൻ ഫ്രണ്ട് ഓഫ് വി പി തന്നെയാണ്, പക്ഷെ ബിലോ എച്ച് പി ആണ്. ഇൻ ഫ്രണ്ട് ഓഫ് വി പി ബിലോ എച്ച് പി, ഇവിടെ വരുന്ന പോയിന്റ്. ഇനി ഈ പോയിന്റ് ഇവിടെ വരികയാണെങ്കിൽ ബിഹൈൻഡ് വി പി, വി പിയുടെ പുറകിലായിരിക്കും, എബോവ് എച്ച് പി ആണ്. ഈ പോയിന്റ് ഇവിടെ വരികയാണെങ്കിൽ അതും ബിഹൈൻഡ് വി പി ആണ്, പക്ഷെ ബിലോ എച്ച് പി. അപ്പൊ അങ്ങനെ തന്നെ ചിന്തിച്ച് പഠിക്കുക. ഒന്നുകൂടി പറയാം. വെർട്ടിക്കൽ പ്ലെയിനിൽ ഇവിടെ ഒരു പോയിന്റ് വരികയാണെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എബോവ് എച്ച് പി, ഇവിടെ ഒരു പോയിന്റ് വരികയാണെങ്കിൽ ബിഹൈൻഡ് വി പി എബോവ് എച്ച് പി. ഇനി ഇവിടെ വരികയാണെങ്കിൽ ബിഹൈൻഡ് വി പി, ബിഹൈൻഡ് വി പി ബിലോ എച്ച് പി. ഇവിടെ വരികയാണെങ്കിൽ ബിലോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഇങ്ങനെ വരിക. അപ്പൊ ഇതിന്റെ ഇവിടെ ഇരിക്കുന്ന പോയിന്റിന്റെ പ്രൊജക്ഷൻസ് ഉണ്ടോ? പ്രൊജക്ഷൻസ് ഇവിടെ വരും, ഇവിടെ വരും. ഇവിടെ ഇരിക്കണം, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിന്റെ പ്രൊജക്ഷൻസ് ഈ പ്ലെയിനിൽ തന്നെ വരും, ഈ പ്ലെയിനിൽ തന്നെ വരും, പക്ഷെ ഹൊറിസോണ്ടലിൽ ഇവിടെ വരും. ഇനി ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിന്റെ പ്രൊജക്ഷൻ ഈ പ്ലെയിനിൽ തന്നെ വരിക. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിന്റെ പ്രൊജക്ഷനും ഈ പ്ലെയിനിൽ തന്നെ വരും. കാരണം നമ്മൾ നോക്കണത് ഇവിടെ നിന്നും നോക്കും, മുകളിൽ നിന്നും നോക്കും, ഈ ക്വാഡ്രന്റിന്റെ മൊത്തത്തില്. അപ്പൊ ഇതെല്ലാം ഒരു ട്രാൻസ്പെറന്റ് ഗ്ലാസ് ആണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. അപ്പോ ട്രാൻസ്പെറന്റ് ഗ്ലാസ് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ നിന്ന് വരുന്ന പ്രൊജക്ഷൻസ് ഈ ഗ്ലാസ്സിൽ തന്നെ കിട്ടും, ഇവിടെ നിന്നുള്ള പ്രൊജക്ഷൻസ് ഈ പോയിന്റിൽ തന്നെ കിട്ടും. ഇതിന്റെ ബാക്കിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിന് ഇവിടെ വന്ന് നോക്കൂല, ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെയുള്ള പോയിന്റ് പ്രൊജക്ഷൻ ഈ വി പിയിൽ തന്നെ ആയിരിക്കും വരിക. ഓക്കെ, പക്ഷെ മുകളിൽ നിന്നുള്ള പ്രൊജക്ഷൻ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരും. അപ്പൊ അങ്ങനെയാണ് ഓരോ ക്വാഡ്രന്റ് വൈസ് നമ്മൾ പ്രൊജക്ഷൻ എടുക്കുക. അത് ആ ചോദ്യം കേട്ടിട്ട് അതുപോലെ തന്നെ നമ്മൾ ആൻസർ ചെയ്താൽ മതി. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. എ പോയിന്റ് എ ഈസ് ഇൻ വി പി ആൻഡ് 28 millimeter below HP. Point A. In the VP and 28 mm below HP. ഒന്നാമത്തെ പോയിന്റ് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറയണം. രണ്ടാമത്തെ പോയിന്റ് ബി ഇൻ വി പി ആൻഡ് 35 mm above HP ആൻഡ് 35 mm above HP. അപ്പൊ ഇതിന്റെ കാര്യം നമുക്ക് നോക്കാം. എ പോയിന്റ്, എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇൻ വി പി ആണ് വെർട്ടിക്കൽ പ്ലെയിൻ. ഇൻ വി പിയിൽ എവിടെയോ ആണ്, അതായത് ഇവിടെ ആകാം, ഇവിടെ ആകാം, ഇതൊക്കെ വി പി ആണ്. ആൻഡ് 28 mm ബിലോ എച്ച് പി. വേണ്ട, വെർട്ടിക്കൽ പ്ലെയിനിലും ആണ്, 28 mm ബിലോ എച്ച് പി. അപ്പൊ ആ പോയിന്റ് എപ്പോഴും ഇവിടെയാണ്. ഇത് പോയിന്റിന്റെ കാര്യം ഉണ്ടോ, ഇതിന്റെ പ്രൊജക്ഷൻ അല്ല, പോയിന്റ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്ക്വയർ ക്വാഡ്രന്റ് വരക്കണം. അങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ വി പി എന്ന് എഴുതും, ഇവിടെ വി പി എഴുതും, ഇവിടെ എച്ച് പി എഴുതും, ഇവിടെ എച്ച് പി എഴുതും. ഓക്കെ, ഇനി നമ്മൾ ആ ചോദ്യം വായിച്ചു നോക്കാം. എ പോയിന്റ് എ ഇൻ വി പി. എ വി പിയിൽ എവിടെയോ ആണ്, വി പി എന്ന് പറയുന്ന പ്ലെയിനിൽ എവിടെയോ ആണ്. അപ്പൊ നമുക്ക് വി പിയിലാണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ നമുക്ക് ആ കുത്തിനാണെന്നുണ്ടെങ്കിൽ 28 mm ബിലോ എച്ച് പി. എച്ച് പി 28 mm ബിലോ ആണ്. ഇവിടെയാണ് പോയിന്റ് കിടക്കുക. അപ്പൊ ഈ പോയിന്റിന്റെ പൊസിഷൻ നോക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് നോക്കി, ഇവിടെ നിന്ന് നോക്കി. അപ്പൊ എന്താ സംഭവിക്കുക, ഈ പോയിന്റ് ഇവിടെ ഇരിക്കല്ലേ. അപ്പൊ ഈ പോയിന്റിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇതിന്റെ പ്രൊജക്ഷൻ ഇവിടെ വന്ന് അല്ലേ. അപ്പോ ഈ പോയിന്റ് ബി പിയിലാണ്, അതിനെ നമ്മൾ എ ഡാഷ് എന്ന് പറയും. ഈ കോർണറിൽ തന്നെ വരും. ഇനി ഇവിടെ നിന്ന് നോക്കുമ്പോ കണ്ട ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ തന്നെയാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഇത് വെർട്ടിക്കൽ പ്ലെയിനിൽ കിടക്കുന്നത്. അപ്പൊ ഇതിനെ ഇവിടെ നിന്ന് നോക്കുമ്പോ ഇതിന്റെ പ്രൊജക്ഷൻ
ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ തന്നെ വരും. അതിന് നമ്മൾ എ ഡാഷ് എന്ന് പറയും. വെർട്ടിക്കൽ പ്ലെയിനിൽ വരുന്നതൊക്കെ എ ഡാഷ്. ഇനി മോളിൽ നിന്ന് നോക്കുമ്പോഴത്തേനും ഈ പ്രൊജക്ഷൻ വെർട്ടിക്കൽ പ്ലെയിനിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇവിടെ വരും. അതിന് നമ്മൾ എ എന്ന് പറയും. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ വരയ്ക്കാനായിട്ട് ഞാൻ സ്ക്വയർ വരച്ചു. എ പോയിന്റ് ബി ഇൻ വി പി. പോയിന്റ് ബി ഇൻ വി പി. ഇപ്പോഴും പോയിന്റ് ബിയും വി പിയിൽ തന്നെ കിടക്കാം. വെർട്ടിക്കൽ പ്ലെയിനിൽ എവിടെയാണ് കിടക്കുക അല്ലെ. ആൻഡ് 35 mm എബോവ് എച്ച് പി എന്ന് പറഞ്ഞേക്കണം. എച്ച് പിനേക്കാളും 35 mm. അപ്പൊ വെർട്ടിക്കൽ പ്ലെയിനിൽ എവിടെ ഒരു പോയിന്റ് ഉണ്ട്, അത് 35 mm എബോവ് എച്ച് പി ആണ്. അപ്പൊ ഈ പോയിന്റ് നമ്മൾ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. പോയിന്റ് ലൊക്കേഷൻ നമുക്ക് മനസ്സിലായി. അപ്പോ ഇനി നമുക്ക് പ്രൊജക്ഷൻ എടുക്കാനായിട്ട് നമ്മൾ നോക്കുമ്പോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഓൾറെഡി തന്നെ ഈ പോയിന്റിന്റെ പ്രൊജക്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ വെർട്ടിക്കൽ പ്ലെയിനിൽ വരുന്ന പ്രൊജക്ഷൻ നമ്മൾ ബി ഡാഷ് എന്ന് പറഞ്ഞു കൊടുക്കും. മോളിൽ നിന്ന് നോക്കുമ്പോഴത്തേനും ഈ കോർണറിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ബി വരും. ഓക്കെ. ഇനി ഇതിനൊരു കോമൺ എക്സ് വൈ ലൈൻ ഉണ്ട്. ഈ ഒരു എക്സ് വൈ ലൈൻ ഇവിടെ നിന്ന് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് അല്ലെ, ഈ ലൈൻ. ആ ലൈൻ നമ്മൾ നോട്ട് ബുക്കിലേക്ക് വരയ്ക്കും. നോട്ട് ബുക്ക് അല്ലെങ്കിൽ ഡ്രോയിങ് ഷീറ്റിലേക്ക് വരയ്ക്കും. ഈ ബോർഡർ ലൈൻ വേണ്ട, ഞാനത് കാണിക്കാൻ വേണ്ടി വരച്ചാണ്. ഓക്കെ. അപ്പൊ നമ്മൾക്ക് പ്രൊജക്ഷൻസ് ഒന്ന് വെർട്ടിക്കൽ പ്ലെയിൻ, ഇവിടെ വെർട്ടിക്കൽ പ്ലെയിനും ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനും ആണ്. അപ്പോ 35 mm മോളിൽ എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ ഒരു ബി ഡാഷ് എഴുതുക, 35 mm എഴുതുക, ഇവിടെ ഒരു കുത്തിടുക. അത് ഒരു പ്രൊജക്ഷൻ. പിന്നെ ഒരു എക്സ് വൈ ലൈനിൽ വരുന്നതിന് ബി എന്ന് പറഞ്ഞ് കുത്തിടുക. അതേപോലെ രണ്ടാമത്തത് ഇവിടെ ഒരു കുത്തിടുക, അതിന് എ എന്ന് പറയും. ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയതുകൊണ്ട് എ എന്ന് പറയും. ഇവിടെ നിന്ന് താഴേക്ക് 28 mm നീങ്ങിയിട്ട് എ ഡാഷ് എന്ന് പറഞ്ഞൊരു കുത്തിടുക. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊജക്ഷൻസ് വരിക. ഒരു ചോദ്യത്തിന്റെ പ്രൊജക്ഷൻസ് അങ്ങനെ വരിക. ഈ ലൈൻസ് തിൻ ലൈൻസ് വരയ്ക്കുക. ഈ പ്രൊജക്ഷൻ മാത്രം ഡാർക്ക് ആയിട്ട് കുത്തിടുക, എച്ച് കൊണ്ട് കുത്തിടുക. ബാക്കിയുള്ളതൊക്കെ വെറുതെ കുത്തിടുക. ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇതൊന്ന് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു പ്രാവശ്യം കൂടി ചെയ്യണം. പോയിന്റ് ബി. ചോദ്യത്തിൽ 2 പോയിന്റ് നമ്മൾക്ക് ലൊക്കേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് അതിന്റെ ക്വാഡ്രന്റുകൾ വെറുതെ വരച്ചില്ല. ആദ്യം 6 പോയിന്റ് ഉണ്ടെങ്കിൽ 6 ക്വാഡ്രന്റുകൾ വരച്ചില്ല. ഇനി ആ ഓരോ പോയിന്റും നമ്മൾ ഈ ക്വാഡ്രന്റിൽ റെപ്രസെന്റ് ചെയ്യണം. A point A in the VP, vertical plane, horizontal plane. ഇത് vertical plane, ഇത് horizontal plane. In the VP എന്ന് പറയുമ്പോഴത്തേനും ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ എവിടെയെങ്കിലും ആയിരിക്കാം ആ പോയിന്റ് കിടക്കുക. പക്ഷെ രണ്ടാമത്തെ കാര്യം പറയുമ്പോഴത്തേനും നമുക്ക് അത് കൺഫേം ആയി. 28 mm ബിലോ എച്ച് പി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇങ്ങനെയാണ് ക്വാഡ്രന്റ് വരിക. അപ്പോ വെർട്ടിക്കൽ പ്ലെയിനിൽ എവിടെയോ കിടക്കുന്ന ഒരു പോയിന്റ്. പക്ഷെ 28 mm ബിലോ എച്ച് പി എന്ന് പറയുമ്പോഴത്തേനും ആ പോയിന്റ് നമുക്കറിയാം ഇവിടെ എവിടെയോ കിടക്കുക. ഇങ്ങോട്ടും നീങ്ങും, ഈ ആക്സിസിൽ അങ്ങോട്ടും നീങ്ങണ്ടാവും. പക്ഷെ അതിന്റെ ലൊക്കേഷൻ, പോയിന്റ് ലൊക്കേഷൻ നമുക്ക് ഇവിടെ നിന്ന് 28 mm താഴെയാണെന്ന് മനസ്സിലായി. അപ്പൊ ആ പോയിന്റിന് നമ്മൾ വലിയ ലെറ്റർ എ കൊണ്ട് പറഞ്ഞു. ഇനി നമ്മൾ പ്രൊജക്ഷൻ എടുക്കും. അപ്പൊ കണ്ടോ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഓൾറെഡി ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ കിടക്കുന്നുണ്ട് അതിന്റെ പ്രൊജക്ഷൻ എ ഡാഷ്. ഇനി മോളിൽ നിന്ന് നോക്കുകയാണ്. മോളിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടോ, ഇവിടെ നിന്ന് വന്നിട്ട് ഇതിന്റെ പ്രൊജക്ഷൻ നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഈ കോർണറിലേ വരുള്ളൂ. അതിനെ നമ്മൾ എ എന്ന് പറയും. ഓക്കെ.
പോയിന്റ് ബി ഈസ് ഇൻ വി പി. അപ്പോഴും നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിൽ എവിടെയോ ആണ് പോയിന്റ് ബി കിടക്കുന്നത്. വെർട്ടിക്കൽ പ്ലെയിനിൽ എവിടെയോ ആണ് ബി കിടക്കുന്നത്. ഓക്കെ, അപ്പോ വെർട്ടിക്കൽ പ്ലെയിനിൽ എവിടെയാണ് കിടക്കുന്നത്? 35 mm എബോവ് എച്ച് പി. 35 mm എബോവ് എച്ച് പി എന്ന് പറയുമ്പോൾ കണ്ടേ, ഇവിടെ നിന്ന് മുകളിലേക്ക് 35 mm എബോവ് എച്ച് പി. അപ്പൊ ഇവിടെ ആയിരിക്കില്ല പോയിന്റ് കിടക്കുക. 35 mm. ഇനി നമ്മള് പ്രൊജക്ഷൻ എടുക്കാനായിട്ട് നോക്കാണ്. ഓക്കെ, അപ്പൊ നോക്കുമ്പോ ഓൾറെഡി കണ്ട ഈ കണ്ണിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഇത് വരുമ്പോഴത്തേനും വെർട്ടിക്കൽ പ്ലെയിനിൽ ഒരു ബി ഡാഷ്. വെർട്ടിക്കൽ പ്ലെയിനിൽ വരുന്ന പ്രൊജക്ഷൻസ് നമ്മൾ ബി എന്ന് പറയും. ഈ മോളിൽ നിന്ന് നോക്കുമ്പോ കണ്ട ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇവിടെ വരും അല്ലെ, പ്രൊജക്ഷൻ ഇങ്ങനെ ഇതിന്റെ നിഴൽ ഇവിടെ വരില്ലേ, അതിന് ബി എന്ന് പറയും. ഇനി ഇതിനെ രണ്ടിനെയും കൂടി റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഒരു കോമൺ എക്സ് വൈ പ്ലെയിൻ നമ്മൾ വരയ്ക്കും. അപ്പൊ നമ്മൾ പോയിന്റ് റൊട്ടേറ്റ് ചെയ്ത് അതിന്റെ പ്രൊജക്ഷൻസ് വരച്ച് അല്ലെ. പിന്നെ അതിന്റെ കോമൺ എക്സ് വൈ ലൈൻ വരയ്ക്കാനായിട്ട് ഞാൻ എക്സ് വൈ ലൈൻ വരച്ചു. അപ്പൊ ഇനി ഇതിങ്ങനെ തിരിയും. ഇത് ഈ ഭാഗമുണ്ട്, ഈ പ്രൊജക്ഷൻസ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനുണ്ട് ഇങ്ങനെ തിരിയും, ഇങ്ങനെ ആവും. അപ്പൊ ഇവിടെ ഓൾറെഡി എഴുതി കിടക്കട്ടെ, നിങ്ങൾ അത് അതേപോലെ തന്നെ എഴുതിയാൽ മതി. ഇതിപ്പോ മുകളിലത്തെ ഭാഗത്തിന് വെർട്ടിക്കൽ പ്ലെയിനും താഴത്തെ ഭാഗത്തിന് ഹൊറിസോണ്ടൽ പ്ലെയിൻ പറയും. അപ്പൊ വെർട്ടിക്കൽ പ്ലെയിനിൽ ഒരു 35 mm ഹൈറ്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കാൻ ഇവിടെ കുത്തിടുക, അതിന് ബി ഡാഷ് എന്ന് പറയും. പിന്നെ ഉള്ളത് ഈ എക്സ് വൈ ലൈനിൽ തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ബി എന്ന് പറയും. അടുത്തത് കണ്ടില്ലേ, ഒരു പ്രൊജക്ഷൻ എവിടെ വന്നേക്കണം, ഈ ഭാഗത്ത് തന്നെ വന്നേക്കണം. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇവിടെ വന്നേക്കുമ്പോ അതിന് എ എന്ന് പറയും. താഴെ നിന്ന് വെർട്ടിക്കലിലേക്ക് 28 mm നീങ്ങി കഴിയുമ്പോഴത്തേനും എ ഡാഷ്. അപ്പൊ ഇതാണ് ഈ ഒബ്ജക്റ്റിന്റെ ഈ പോയിന്റുകളുടെ പ്രൊജക്ഷൻ. അപ്പോ ഇത് ഞാൻ വളരെ എന്റെ അറിവിൽ സിമ്പിൾ ആണെന്നല്ല, ഞാൻ എന്റെ അറിവിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് അത് അങ്ങനെയാണ് തോന്നണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നിങ്ങളുടെ ആശങ്കകൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതുപോലെ തന്നെ ക്ലാസ് എടുക്കാം.